പൈ നെറ്റ്വർക്ക് ഇന്ത്യ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ പൈ കോയിൻ ലിസ്റ്റ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ മെയിൻ നെറ്റും ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ പൈ കോയിന് തരക്കേടില്ലാത്ത വിലയുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പൈ കോയിൻ ഇതൊരു ക്രിപ്റ്റോ കറൻസിയാണ്. ഈ പൈ കോയിൻ നിങ്ങൾക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് മൈൻ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ എടുക്കുക. ഒരു ആൻഡ്രോയിഡോ ഐഫോണോ ആയിരിക്കും നിങ്ങളുടെ കയ്യിരിക്കുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും പ്ലേ സ്റ്റോറിലേക്ക് പോവുക. അപ്പോൾ പ്ലേ സ്റ്റോറിൽ പോവുക, എന്നിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ സെർച്ച് എടുക്കുക. എന്നിട്ട് അവിടെ പൈ നെറ്റ്വർക്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പൈ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ഈ സിമ്പലുള്ള ഒരു ആപ്പ് വരും, കണ്ടില്ലേ? ഈ സിമ്പലുള്ള ഒരു ആപ്പ് ഓപ്പൺ ആയിട്ട് വരും. ആ ആപ്പ് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങളുടെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ ആപ്പ് ഇൻസ്റ്റാൾ ആയതിനു ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ പേജ് ഇങ്ങനെ ഓപ്പണായി വരും. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഒന്ന്, കണ്ടിന്യൂ വിത്ത് ഫോൺ നമ്പർ, അല്ലെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക്. ഓക്കെ, കണ്ടില്ലേ? അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ കണ്ടിന്യൂ വിത്ത് ഫോൺ നമ്പർ എടുക്കുക. കണ്ടിന്യൂ വിത്ത് ഫോൺ നമ്പർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു പേജ് വരും. ഓക്കെ, ഈ പേജാണ് വരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, അവിടെ കണ്ടോ, അവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന് കാണുന്ന ആ ഭാഗമില്ലേ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അവിടെ ഇന്ത്യ എന്ന് അടിച്ചു കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ത്യ എന്ന് കൊടുക്കുമ്പോൾ ഇന്ത്യ +91 എന്ന് വരും. അവിടെ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തൊട്ട് താഴെയുള്ള കോളത്തിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾ താഴെയുള്ള സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ അടുത്ത പേജിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ചോദിക്കും. ഓക്കെ, മെയിൽ ഐ ഡി. അപ്പോൾ രണ്ട് കോളത്തിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി ഒരുപോലെ തന്നെ അടിച്ചു കൊടുക്കുക. കണ്ടോ, രണ്ട് കോളത്തിൽ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു പേജ് ആയിരിക്കും വരുന്നത്. അവിടെ പാസ്വേഡ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അവിടെ രണ്ട് കോളമുണ്ട്. രണ്ട് കോളത്തിലും നിങ്ങൾ ഒരേ പാസ്വേഡ് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം. എന്ന് പറഞ്ഞാൽ അറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ സ്റ്റാർ കൊടുക്കാം, പിന്നെ നമ്പർ കൊടുക്കാം. 3-4 നമ്പറുകൾ നിങ്ങൾ 22551920 ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പേര്, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പേരോ പെറ്റ്സിൻ്റെ പേരോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളവിടെ അതിൽ ആദ്യം ക്യാപിറ്റൽ ലെറ്ററും പിന്നെ സ്മോൾ ലെറ്ററും ഓക്കെ ഇങ്ങനെ വരത്തക്ക രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, ഒരു 1-2-3 നമ്പർ, പിന്നെ ഒരു പേരിൻ്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും വേണം. ഇതൊരു ബുക്കിൽ എഴുതി വെക്കണം, കാരണം ഇത് നമുക്ക് പിന്നീടും ആവശ്യമുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഈ രണ്ട് കോളത്തിൽ നിങ്ങൾ പാസ്വേഡ് സെറ്റ് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും സബ്മിറ്റ് ചെയ്യുക. കണ്ടോ, സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും സെറ്റപ്പ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു പേജിലായിരിക്കും എത്തുന്നത്. ഈ പേജിൽ ഓക്കെ, അവിടെ ആദ്യത്തെ കോളത്തിൽ നമ്മുടെ പേര് കൊടുക്കണം. അപ്പോൾ രണ്ട് കോളമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അവിടെ ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ ആധാർ കാർഡിൽ ഉള്ളതുപോലെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ടിലുള്ളതുപോലെ എന്താണോ പേര് നമ്മുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റിലുള്ളത് അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവർ അപ്രൂവ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ പാൻ കാർഡ്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, നമ്മുടെ പിന്നെ പാസ്പോർട്ട്, ഈ 4 ഡോക്യുമെൻ്റ് മാത്രമേ ഇവർ അപ്രൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ കാർഡിലോ ഉള്ള അതുപോലെ തന്നെ കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ അടിച്ചു കൊടുക്കുക. സ്മോൾ ലെറ്റേഴ്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ അത് കൊടുക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കോളം ഉണ്ടല്ലോ, പേര് കൊടുക്കാൻ നമുക്ക് 2 കോളമുണ്ട്. അപ്പോൾ അതിൽ രണ്ടാമത്തെ കോളത്തിൽ നിങ്ങൾ ഇനിഷ്യൽ വേണം കൊടുക്കാൻ. ഓക്കെ, ഇത് നിങ്ങളുടെ പേര് സന്തോഷ് കുമാർ എന്നാണ് മാത്രമേ ഉള്ളൂ, ഇനിഷ്യൽസ് ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യത്തെ കോളത്തിൽ സന്തോഷും രണ്ടാമത്തെ കോളത്തിൽ കുമാർ എന്നും അടിച്ചു കൊടുക്കുക. ഇനി സന്തോഷ് കുമാർ SK എന്നാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ കോളത്തിൽ സന്തോഷ് കുമാർ എന്നും രണ്ടാമത്തെ കോളത്തിൽ SK എന്നും കൊടുക്കുക. നിങ്ങൾ മാത്യു കുരുവിള ജോൺ എന്നാണ് നിങ്ങളുടെ പേരെങ്കിൽ നിങ്ങൾ ആദ്യത്തെ കോളത്തിൽ മാത്യു കുരുവിള എന്നും രണ്ടാമത്തെ കോളത്തിൽ ജോൺ എന്നും അടിച്ചു കൊടുക്കുക. എന്താന്ന് വെച്ചാൽ അങ്ങനെ. ഓക്കെ, അത് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും ലാസ്റ്റ് 3-ാമത്തെ കോളത്തിൽ ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്യാൻ ചോദിക്കും. യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൽ ഐ ഡി സെറ്റ് ചെയ്യില്ലേ, അതുപോലെയാണ്. ഓക്കെ, അവിടെ നമുക്ക് നമ്മുടെ ചെറുതായിരിക്കണം കേട്ടോ. അവിടെ നമുക്ക് അക്കവും ഉപയോഗിക്കാം, അക്ഷരങ്ങളും ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്ഥലപ്പേരോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വിളിക്കുന്ന പേരോ നമ്മളെ ഇഷ്ടമുള്ള ആൾക്കാരുടെ പേരോ നമ്മുടെ പെറ്റ്സിൻ്റെ പേരോ നിക്ക് നെയിംസ് അങ്ങനെ എന്ത് വേണം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന യൂസർ നെയിം വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അത് കാണിക്കും. യൂസർ നെയിം ഓൾറെഡി ടേക്കൺ എന്ന് കാണിക്കും. നമ്മൾ മെയിൽ ഐ ഡി സെറ്റ് ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ. അപ്പം അവിടെ അങ്ങനെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ 1 2 3 എന്നോ എല്ലാം കൂടെ കൊടുക്കുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റയർലി വേറെ ഒരു യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ വീണ്ടും സബ്മിറ്റ് ചെയ്യുക. ഓക്കെ,
അപ്പോൾ ഒരു ഹൂ ഇൻവൈറ്റഡ് യു എന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് ചോദിക്കും, അവരുടെ റെഫറൽ കോഡ് ചോദിക്കും അടുത്ത പേജിൽ. ഓക്കെ, ഇപ്പോൾ ഹൂ ഇൻവൈറ്റഡ് യു എന്ന് ചോദിക്കുമ്പോൾ അവരുടെ റെഫറൽ കോഡ് കൊടുക്കാൻ പറയുമ്പോൾ നിങ്ങൾ എൻ്റെ റെഫറൽ കോഡ് കൊടുക്കണം. ഓക്കെ, അതായത് PARAVILA. ഓക്കെ, അതിൽ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാം ചെറിയ അക്ഷരമാണേ, എല്ലാം സ്മോൾ ലെറ്റേഴ്സാണ്. ഓക്കെ, അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ പൈയിലേക്ക് എൻ്റർ ആവും. ഈ റെഫറൽ കോഡ് ഇതൊക്കെ കൊടുത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് 1 കോയിൻ, ഒരു പൈ കോയിൻ നിങ്ങൾക്ക് അപ്പം തന്നെ ഫ്രീ ആയിട്ട് കിട്ടും. അത് കഴിഞ്ഞ് നിങ്ങളുടെ മൈനിങ്ങും സ്റ്റാർട്ടാവും. ഈ റെഫറൽ കോഡ് കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് 2 ഗുണം. ഒന്ന്, നിങ്ങൾക്ക് വെൽക്കം ഇതായിട്ട് ഒരു പൈ കോയിൻ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ മൈനിങ്ങിൻ്റെ സ്പീഡ് ഇരട്ടിയാവുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്ക് മൈൻ ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ റെഫറൽ കോഡ് കൊടുത്ത് മൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രയും സ്പീഡ് കൂടുതൽ കിട്ടും, അത്രയും കോയിന് കൂടുതൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ പൈ നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ആദ്യ പേജിൽ നിങ്ങൾക്ക് കടക്കാൻ പറ്റും. ആദ്യ പേജിൻ്റെ മുകളിൽ 1 പോയിൻറ്റ് സംതിങ് എന്ന് പറഞ്ഞിട്ട് പൈ കോയിൻ കാണിക്കും. അത് കഴിഞ്ഞ് വേറെ കുറേ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കും. അതൊക്കെ ഓക്കെ കൊടുക്കുക. പിന്നെ ഡിസ്മിസ് എന്ന് കാണുന്നിടത്ത് ഡിസ്മിസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇനി 24 hours നിങ്ങളുടെ മൈനിങ് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നതായിരിക്കും. അത് കഴിഞ്ഞ് ഇനി നിങ്ങൾ നാളെ 24 hours ആകുമ്പോൾ നിങ്ങളുടെ മൈനിങ് ഓഫ് ആവും. അപ്പോൾ നാളെ വീണ്ടും ഇത് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് വീണ്ടും മൈനിങ് റീസ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഓരോ 24 hours നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യുന്നതാണ്. ഓരോ ദിവസവും മൈൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് പൈ നെറ്റ്വർക്ക്. അപ്പോൾ നിങ്ങൾ പൈ നെറ്റ്വർക്കിൻ്റെ ഒരു പൈനിയേഴ്സായി മാറിക്കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് പൈ മൈൻ ചെയ്യേണ്ടത്. ഇത് ഫ്രീ ആണ്. ഇത് ഇലക്ട്രിസിറ്റിയോ അങ്ങനെ ഒന്നും കൺസ്യൂം ചെയ്യില്ല. ആൻഡ് ദിസ് ഈസ് വെരി സേഫ്. ഓക്കെ, പൈനിയർ. അപ്പോൾ ഹാപ്പി മൈനിങ്. താങ്ക്സ് ഫോർ വാച്ചിങ് പൈ നെറ്റ്വർക്ക് ഇന്ത്യ.